വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമീപകാലത്തുണ്ടായ കലാപങ്ങളുടെയും സംഘർഷങ്ങളുടെയും 77% സംഭവിച്ചത് മണിപ്പൂരിലെന്ന് കേന്ദ്രം. 20 മാസത്തിലധികമായി തുടരുന്ന കൂക്കീസോ മെയ്തേയ് സംഘർഷവും മറ്റ് അനിഷ്ട സംഭവങ്ങളും മേഖലയിലാകെ അശാന്തി സൃഷ്ടിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടത്. മണിപ്പൂർ ജനതയോട് മാപ്പു ചോദിക്കുന്നുവെന്നും സംസ്ഥാനത്ത് സമാധാനം തിരികെ കൊണ്ടുവരുമെന്നും മുഖ്യമന്ത്രി ബിരേൻ സിംഗ് പറഞ്ഞ അതേ ദിവസമാണ് ആഭ്യന്തര മന്ത്രാലയം പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. 2023-2024 നോർത്ത് ഈസ്റ്റേൺ ലോ ആൻഡ് ഓർഡർ റിപ്പോർട്ടാണ് കേന്ദ്രം പുറത്തുവിട്ടത്. 2023 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഉണ്ടായത് 243 സംഘർഷങ്ങൾ. അതിൽ 187 അതിക്രമങ്ങളും രജിസ്റ്റർ ചെയ്യപ്പെട്ടത് മണിപ്പൂരിൽ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തുവിട്ട കണക്കാണിത്. അർദ്ധസൈനിക പോലീസ് ഇടപെടലുകളിൽ 33 നുഴഞ്ഞുകയറ്റക്കാരെ വധിച്ചു. 2023 184 നുഴഞ്ഞുകയറ്റക്കാരെ അറസ്റ്റ് ചെയ്തു. 49 ആയുധങ്ങൾ കണ്ടെടുത്തു. 80ഓളം സായുധരായ വിഘടനവാദികൾ ആയുധം വെച്ച് കീഴടങ്ങി. ഇവരിൽ നിന്ന് തോക്കുകളടക്കം 31 ആയുധങ്ങൾ പിടികൂടി. ഇങ്ങനെ പോകുന്നു കണക്കുകൾ. 60,000-ഓളം പേർ പലായനം ചെയ്യപ്പെടുകയോ മാറ്റിപ്പാർപ്പിക്കപ്പെടുകയോ ചെയ്ത നോർത്ത് ഈസ്റ്റിലെ കലാപങ്ങളിൽ 1.5 വർഷത്തിനുള്ളിൽ മണിപ്പൂരിലടക്കം ആകെ കൊല്ലപ്പെട്ടത് 260 പേർ. മണിപ്പൂരിലേക്ക് വരാൻ മാത്രം മോദി മടിക്കുന്നുവെന്ന വിമർശനം പ്രതിപക്ഷവും മനുഷ്യാവകാശ സംഘടനകളുടെയും വിമർശനം നിലനിൽക്കെയാണ് പുതിയ റിപ്പോർട്ട് കേന്ദ്രം പുറത്തുവിട്ടത്. 15 ദിവസത്തിനുള്ളിൽ പരിഹാരമെന്നും അവിടെ എത്തുമെന്നും അമിത്ഷാ പറഞ്ഞത് 2023 മെയ് മാസത്തിലാണ്. പക്ഷേ 15 ദിവസമല്ല 15 മാസം കഴിഞ്ഞിട്ടും യാതൊന്നും സംഭവിച്ചില്ലെന്ന വിമർശനമാണ് കോൺഗ്രസ് അടക്കം ഉന്നയിച്ചത്. അതേസമയം മണിപ്പൂരിൽ അശാന്തി തുടരുന്നതിൽ കേന്ദ്ര സർക്കാരിനെ കഴിഞ്ഞ ജൂണിൽ നടത്തിയ പ്രസംഗത്തിൽ RSS മേധാവി മോഹൻ ഭാഗവത് പരോക്ഷമായി വിമർശിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ മെയ്തേയ് കുക്കി വംശീയ സംഘർഷമാണ് മണിപ്പൂരിലെ കലാപത്തിന് മുഖ്യ കാരണമെന്ന് ആഭ്യന്തര മന്ത്രാലയം റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 2022 അപേക്ഷിച്ച് സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും നാട്ടുകാർക്കും ജീവന് ഭീഷണി കൂടിയ സാഹചര്യമുണ്ടായിട്ടുണ്ട്. അതായത് ക്രമസമാധാന നില കൂടുതൽ മോശമാകുകയാണ് 2023 അവസാനത്തിലും 2024 ഉണ്ടായതെന്ന റിപ്പോർട്ട്. 2023 മെയ് 3 ഏറ്റവും വലിയ കലാപത്തിന് മണിപ്പൂർ സാക്ഷ്യം വഹിച്ചത്. ഇതിനെതിരെ കേന്ദ്രവും ബിരേൻ സിംഗ് സർക്കാരും ശക്തമായി ഇടപെട്ടുവെന്നും മണിപ്പൂരിൽ സുരക്ഷ ശക്തമാക്കിയതും പ്രത്യേക സൈനികാധികാര നിയമം പല ജില്ലകളിലും നടപ്പാക്കിയത് ഇതിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ട് പറയുന്നു. CRPF, അസം റൈഫിൾസ്, പോലീസും ചേർന്ന് ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ച് നിരീക്ഷണം ശക്തമാക്കി. 100 കണക്കിന് വിവിധ ഗ്രൂപ്പ് തലവന്മാരായ നാട്ടുകാരെയും രാഷ്ട്രീയ നേതാക്കളെയും ക്ഷണിച്ച് 15 യോഗങ്ങൾ അമിത്ഷായുടെ നേതൃത്വത്തിൽ നടത്തിയെന്നും റിപ്പോർട്ടിലുണ്ട്. എന്നാൽ താൽക്കാലിക ഷെൽട്ടറുകളിൽ കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് പേർക്ക് വീടുകളിലേക്ക് തിരികെ പോകാൻ സാഹചര്യമില്ലാതായത് വംശീയ കലാപത്തിൽ നിന്ന് ഇരുവിഭാഗങ്ങളും വിട്ടുവീഴ്ച ചെയ്യാത്തതുകൊണ്ടാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. സുരക്ഷാ ഉദ്യോഗസ്ഥർ രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ ശുപാർശ ചെയ്യുകയും മുഖ്യമന്ത്രി കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന രാഷ്ട്രീയ വിമർശനമുയരുകയും ചെയ്ത സമയത്ത് അമിത്ഷാ ഇത് തള്ളുകയാണ് ചെയ്തത്. എന്നാൽ മോദി ഇനി മണിപ്പൂരിലെത്തുമോ എന്ന ചോദ്യത്തോട് അമിത്ഷാ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് പോകുമ്പോൾ അക്കാര്യം എല്ലാവരും അറിയും എന്ന് മാത്രമാണ് അമിത്ഷാ പറഞ്ഞത്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.